ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലച്ചു ഫാമിലി എന്ന ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നുള്ള ചെറിയൊരു ഫംഗ്ഷനാണ്. എൻ്റെ വീട്ടിലല്ല, ഞാൻ തൊട്ടടുത്ത വീടാണ്, പക്ഷേ എൻ്റെ വീട്ടിലും കൂടിയാണ് ഈ ഒരു പരിപാടി നടന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീട് കാണൽ ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ബിരിയാണി ഉണ്ടാക്കാനുള്ള ഉള്ളി റോസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടോ. ഉള്ളിയൊക്കെ ഒരാൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനതെടുത്ത് റോസ്റ്റ് ചെയ്തു. കാരണം എനിക്കറിയില്ല, അപ്പോൾ അവരുടെ കൂടി നമുക്കും പഠിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നന്നായി മഴ പെയ്തപ്പോൾ രണ്ടുപേര് പ്ലാസ്റ്റിക്കൊക്കെ വലിച്ചു കെട്ടുന്നുണ്ടായിരുന്നു. അതിന് ശേഷം മസാലകളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ചിക്കൻ പൊരിച്ച് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നുറോട്ടും കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി. അപ്പോൾ കുട്ടികളെടുത്തൊരു ചെറിയൊരു വീഡിയോസും കൂടിയാണ്. പിന്നെ അവിടെ നിന്ന് വീട്ടുകാർ വന്നത് അവരെല്ലാവരും ചെക്കൻ്റെ വീട്ടിൽ പോയി വീടുകളൊക്കെ കണ്ടു. വീടൊക്കെ ഇഷ്ടപ്പെട്ടു അവർക്ക്. അതിനുശേഷം അവർ നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ നിന്ന് വന്ന ഒരു 4 മക്കളാണ് കേട്ടത്. അവർക്ക് ഈ ഒരു കാർ ശേഖരണമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കേട്ടോ. വീട്ടിൽ വന്നിട്ട് മോന് കാർ ശേഖരിച്ച് വെച്ചത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിലാണ് മുറ്റത്ത് പന്തലിട്ടത്. അങ്ങനെ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നേ. കണ്ടോ, നല്ല മഴ പെയ്ത് ഒരു വട്ടം നന്നായി പെയ്തുപോയി. മഴ പെയ്ത് അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ടീം ആദ്യം ഇരുന്നു. പിന്നെ അടുത്ത ടീം 2 മന്ദിരായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ മക്കളിൽ നിന്നിട്ടുള്ള ചർച്ച കേട്ടോ. അവിടെ മക്കളെല്ലാവരും ഉണ്ട്. അവൻ്റെ കുടപ്പറപ്പുകൾ എന്ന് തന്നെ പറയാം. ഇത് മരുമകനാണ്. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് മോള്. പിന്നെ ഇത് വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരും പോയതിന് ശേഷം ഞങ്ങളിവിടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അന്നവർക്ക് എന്തായാലും വീടും പരിസരവും എല്ലാം ഇഷ്ടമായി. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് ഇവർക്ക് പെട്ടെന്ന് അങ്ങ് പോകാനും പറ്റില്ല. അപ്പോൾ മഴ ഒന്ന് ചോരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവർ യാത്രയൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഒരു ചടങ്ങുണ്ട് കേട്ടോ. ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ പൈസ കൊടുക്കുന്നത്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നൊരു ചെക്കന് പൈസ കൊടുക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ നാട്ടുപ്രദേശത്തൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നു. ഞങ്ങളുടെ ഇവിടെ വയനാട്ടിൽ അങ്ങനത്തെ ഒരു ചടങ്ങുകൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവർ വന്നവരൊക്കെ പൈസ കൊടുത്തു തുടങ്ങി. ഇപ്പോൾ എന്തായാലും എല്ലാവരും കുട്ടികളായിട്ടൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. അത് ഇത്ര പൈസ എന്നൊന്നുമില്ല, 10 രൂപയായാൽ പോലും അത് ചെക്കൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് വല്ലാത്ത ചടങ്ങ് തന്നെ കേട്ടോ. എന്നിട്ട് എൻ്റെ മോൻ പോയിട്ട് ആ പൈസ ഒക്കെ വാങ്ങുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് ഇനി പൈസ ഇതൊക്കെ എനിക്കുള്ളതാണെന്ന്. നല്ലൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ചടങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടമാണല്ലോ. ഓരോ നാട്ടിലും ഓരോ വിധത്തിലുള്ള ചടങ്ങുകളാണല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. പിന്നെ അങ്ങനെ എല്ലാം കൂടി 2000-ൻ്റെ മേലെ പൈസ കിട്ടിയിട്ടുണ്ട് അവനെന്തായാലും. വലിയച്ഛനോ മാമന്മാരോ ആരൊക്കെയോ ആണ് കേട്ടോ. ആരാ എന്തായെന്നൊന്നും എനിക്കറിയില്ല. ഇത് അമ്മയുടെ അനിയത്തിയാണ്. അതെനിക്കറിയാം. അത് ഞാൻ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചതാണ്. ഇത് അച്ചമ്മയാണ്, അമ്മമ്മ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. ഇത് അമ്മ. അവർ തിരിച്ചു പോകാൻ നേരത്ത് ഇവിടെ നിന്നുണ്ടാക്കിയ ഭക്ഷണം അവർക്ക് പാർസലാക്കി കൊടുത്തുവിടുക. പെണ്ണിന് പാർസലായിട്ട് കൊടുത്തുവിടുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇവർ വന്ന് കയറിയതും അവന് ഒരു വാച്ച് കൊടുത്തിരുന്നു, മിഠായി കൊടുത്തിരുന്നു. ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താനും പറ്റുന്നില്ല. കാരണം എൻ്റെ ഫോൺ വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടോ. മുകളിൽ നിന്നുള്ള വരിവെള്ളം മൊത്തം ഒലിച്ച് വരണം. അപ്പോൾ ഞങ്ങളൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് മുകളിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ മക്കൾ അതിലിങ്ങനെ ഇല ഇട്ട് കൊടുത്തിട്ട് തോണി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പോകാൻ സമയത്ത് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. അവർ മെറൂൺ ഷർട്ടാണ് അവന് കേട്ടോ. അതവൻ്റെ ചേച്ചിയാണ്, ആ പെണ്ണിൻ്റെ ചേച്ചി. അച്ഛനമ്മമാരെല്ലാം കഴിഞ്ഞു അവരിറങ്ങുകയാണ്. മഴയൊന്ന് തോർന്നു. അങ്ങനെ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് താഴേക്ക് ഇറങ്ങുക. വണ്ടി കുറച്ച് താഴെ നിർത്തിയത്. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് നടക്കാണ്ട്, ഒരു 5 മിനിറ്റ് നടക്കാണ്ടാവും കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പം ഞാൻ ഫ്രണ്ട് പോയി വീഡിയോസൊക്കെ എടുത്ത് നമുക്കൊരു കണ്ടൻറ്റ് കിട്ടണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്ത്. ഈ ചേട്ടന് ഒരു പ്രത്യേക വൈബാട്ടോ. അതായത് ചെറുമേൻ്റെ ആരോ കുടുംബത്തെ അനിയത്തിയാണ്. അളിയനും കൂടി വരിക. മൂത്ത ചേച്ചീൻ്റെ ഭർത്താവാണത്.
അങ്ങനെ അവർ ട്രാവലർ വിളിച്ചിട്ടാണ് വന്നത്. ട്രാവലറിൽ കയറി. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ അവർ യാത്ര പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളവരെ യാത്രയാക്കി. അവർ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. അവർക്ക് എന്തായാലും ഇവിടുത്തെ ഈ ഒരു സീനറിയൊക്കെ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. നമ്മൾ പാവപ്പെട്ടവരാണല്ലോ, നമ്മുടെ വീടൊക്കെ കുഞ്ഞു കുഞ്ഞു വീടുകളാണല്ലോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് ഭക്ഷണം കഴിക്കായിരുന്നു. കാരണം അപ്പോൾ സമാധാനത്തിൽ കഴിക്കാമല്ലോ അവർ പോയി കഴിഞ്ഞോടുകൂടി. അപ്പോൾ അതാ ഞങ്ങളും അത്യാവശ്യം കുറച്ച് ചോറും കറിയും അതുപോലെ ബിരിയാണി എല്ലാം